മിഡിൽ ഈസ്റ്റിൽ യുദ്ധഭീതി അതിരൂക്ഷമാക്കിക്കൊണ്ട് തുർക്കിക്ക് നേരെ ഇറാന്റെ കനത്ത മിസൈൽ ആക്രമണം. എന്നാൽ ഇറാന്റെ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ച ലക്ഷ്യസ്ഥാനത്തെത്തും മുൻപേ ആകാശത്ത് വെച്ച് തന്നെ മിസൈൽ തകർത്തെറിഞ്ഞ നാറ്റോയുടെ വ്യോമ പ്രതിരോധ സംവിധാനം. ഏതു നിമിഷവും അതിശക്തമായി തിരിച്ചടിക്കുമെന്ന കടുത്ത മുന്നറിയിപ്പുമായി തുർക്കി കൂടി രംഗത്തെത്തിയതോടെ പശ്ചിമേഷ്യ ഒരു കൂട്ടത്തല്ലിലേക്ക് നീങ്ങുകയാണോ എന്ന ആശങ്കയിലാണ് ലോകം. തുർക്കിയെ ലക്ഷ്യമാക്കി ഇറാൻ തൊടുത്തുവിട്ട ബാലിസ്റ്റിക് മിസൈലാണ് കിഴക്കൻ മെഡിറ്ററേനിയനിൽ വിന്യസിച്ചിട്ടുള്ള നാറ്റോ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്ത് കളഞ്ഞത്. തുർക്കിക്ക് നേരെ ഇറാൻ നടത്തുന്ന രണ്ടാമത്തെ മിസൈൽ ആക്രമണമാണിത്. ഇറാൻ അയച്ച മിസൈൽ വിജയകരമായി വെടിവെച്ചിട്ടതായി തുർക്കി പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. തകർക്കപ്പെട്ട മിസൈലിന്റെ അവശിഷ്ടങ്ങൾ തുർക്കിയുടെ തെക്ക് കിഴക്കൻ പ്രവിശ്യയായ ഗാസിയൻതെപ്പിലാണ് പതിച്ചത്. വലിയൊരു ദുരന്തമാണ് ഒഴിവായതെങ്കിലും ജനവാസ മേഖലയിൽ ഉൾപ്പെടെ അവശിഷ്ടങ്ങൾ വീണ സ്ഥലങ്ങളിൽ ആളപായമൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. തുടർച്ചയായ ഈ ആക്രമണങ്ങൾക്ക് പിന്നാലെ ഇറാന് അതിശക്തമായ താക്കീതുമായി തുർക്കി രംഗത്തെത്തിക്കഴിഞ്ഞു. രാജ്യത്തിന് നേരെ ഉണ്ടാകുന്ന ഏത് ഭീഷണിയെയും ചെറുക്കാൻ ഒട്ടും മടിക്കില്ലെന്നും അതിശക്തമായ നടപടികൾ തന്നെ സ്വീകരിക്കുമെന്നും തുർക്കി അധികൃതർ വ്യക്തമാക്കി. മേഖലയുടെ സുരക്ഷയെയും സാധാരണക്കാരുടെ ജീവനെയും അപകടപ്പെടുത്തുന്ന ഇത്തരം പ്രകോപനങ്ങളിൽ നിന്ന് ഇറാൻ ഉടനടി വിട്ടുനിൽക്കണമെന്ന് തുർക്കി പ്രസിഡൻഷ്യൽ കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ ബുർഹാനറ്റിൻ ദുറാൻ കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പ് നൽകി. ഗാസ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ മിഡിൽ ഈസ്റ്റിൽ ഇതിനകം തന്നെ സംഘർഷങ്ങൾ അതിരൂക്ഷമാണ്. ഇതിനിടയിലാണ് നാറ്റോ സഖ്യത്തിലെ നിർണായക ശക്തിയായ തുർക്കിയെ ലക്ഷ്യമാക്കി ഇറാൻ നേരിട്ട് ആക്രമണം നടത്തുന്നത്. ഈ നീക്കം തുർക്കി തലസ്ഥാനമായ അങ്കാറയെ കടുത്ത ആശങ്കയിലാക്കിയിട്ടുണ്ട്. മേഖലയിലെ ഓരോ സംഭവ വികാസങ്ങളും തങ്ങൾ അതീവ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് തുർക്കി വ്യക്തമാക്കി. കൂടുതൽ പ്രകോപനങ്ങൾ സൃഷ്ടിച്ച് യുദ്ധം വ്യാപിപ്പിക്കാനുള്ള നീക്കങ്ങളിൽ നിന്നും ഇറാൻ ഉൾപ്പെടെയുള്ള എല്ലാ കക്ഷികളും അടിയന്തരമായി പിന്മാറണമെന്നാണ് തുർക്കിയുടെ ഔദ്യോഗിക ആവശ്യം. ചുരുക്കത്തിൽ ഇറാൻ തൊടുത്തുവിടുന്ന ബാലിസ്റ്റിക് മിസൈലുകളെ പോലും ലക്ഷ്യസ്ഥാനത്ത് എത്തും മുൻപേ തകർക്കാൻ കെൽപ്പുള്ള നാറ്റോയുടെ ശക്തമായ പ്രതിരോധ കവചം തുർക്കിക്ക് നൽകുന്ന ആത്മവിശ്വാസം ഒട്ടും തന്നെ ചെറുതല്ല. എന്നാൽ വീണ്ടും ഒരു പ്രകോപനത്തിന് ഇറാൻ മുതിർന്നാൽ മിഡിൽ ഈസ്റ്റിൽ മറ്റൊരു വലിയ യുദ്ധമുഖം കൂടി തുറക്കപ്പെടും. സ്വന്തം അതിർത്തിയിലേക്ക് വരുന്ന ഓരോ ഭീഷണിക്കും അർഹിക്കുന്ന ഭാഷയിൽ തന്നെ മറുപടി നൽകാൻ തുർക്കി തയ്യാറെടുത്തു കഴിഞ്ഞു എന്നതിന്റെ കൃത്യമായ സൂചനയാണ് അങ്കാറയിൽ നിന്നും ഇപ്പോൾ പുറത്തുവരുന്ന ഈ വാർത്ത.